ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിരട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരടപ്പാണ്. പിന്നെ നമ്മൾ മഷി തീർന്ന ഒരു പേനയും എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ചിരട്ട ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുള്ള മഷി തീർന്ന പേനയും നമുക്ക് പേപ്പർ ഒന്ന് ചുറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അതിലേക്ക് ചുറ്റി കൊടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന അടപ്പിൽ നമ്മളൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നീട് നമ്മൾ കത്തി ചൂടാക്കിയിട്ടാണ് ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പേന ചിരട്ടയിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കണം. പേനയുടെ താഴെയുള്ള ഭാഗം നമ്മൾ അടപ്പിലേക്കും ഇതുപോലെ വെച്ചു കൊടുത്തു. പേന അതിലേക്ക് വെച്ചു കൊടുത്ത ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നീട് നമ്മളിവിടെ എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചിരട്ടയുടെ ഈ ഭാഗങ്ങളിലെല്ലാം ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ അവിടെ ക്ലേ വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചിരട്ടയിലേക്ക് പേന വെച്ചു കൊടുത്തതിന് ചുറ്റുമായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടപ്പിലേക്ക് പേന വെച്ചു കൊടുത്തതിന് ചുറ്റുമായിട്ടും ക്ലേ വെച്ചു കൊടുക്കുന്നുണ്ട്. ക്ലേ എല്ലാം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിന് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ചിരട്ടയുടെ ഉൾവശത്ത് വൈറ്റ് കളർ പെയിന്റും റെഡ് കളർ പെയിന്റും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെയാണ് കൊടുത്തെടുക്കുന്നത്. ഇനി നമ്മൾ ചിരട്ടയുടെ മുകൾ ഭാഗത്ത് ബ്ലാക്ക് കളർ പെയിന്റും കൂടെ ഒന്ന് കൊടുത്തെടുക്കുകയാണ്. അതും നമ്മൾ ഇതുപോലെ കൊടുത്തെടുത്തു. ചിരട്ടയുടെ പുറം ഭാഗം നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പന്റെ ഡ്രസ്സിന്റെ ആ ഒരു തീമിലാണ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. പലതരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇനി നമ്മളതിൽ വെച്ചു കൊടുത്തിട്ടുള്ള പേനയിൽ വൈറ്റ് കളർ പെയിന്റ് ആദ്യം ഒന്ന് കൊടുത്തെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് വിട്ട് ബ്ലാക്ക് കളർ പെയിന്റ് ഇതുപോലെ ഒന്ന് കൊടുത്തെടുത്തു. ഇനി നമ്മൾ ചിരട്ടയിൽ ഇവിടെ ആയിട്ട് ബെൽറ്റ് പോലെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളതിന്റെ താഴെ വെച്ചു കൊടുത്തിട്ടുള്ള അടപ്പിൽ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടപ്പിൽ നമ്മൾ പെയിന്റ് കൊടുത്തെടുത്തതിന്റെ മുകളിലായിട്ട് നമ്മൾ വൈറ്റ് കളർ പെയിന്റ് വെച്ച് ഇതുപോലെ ഇങ്ങനെ ഡോട്ടുകൾ ഇട്ട് കൊടുത്തു. പിന്നീട് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് ബോ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതും കൂടെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇപ്പൊ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇതൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ ആരും മറന്നു പോകരുതേ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരാം. ബൈ.